മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് അല്ലെ. അപ്പോ നമ്മൾ മലയാള സെക്കൻഡിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചു അല്ലെ. അതേപോലെ മറ്റൊരു പാഠഭാഗമാണ് ഏത് പാഠഭാഗം? പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം. പത്രങ്ങൾക്കുണ്ടായിരിക്കേണ്ട നീതിബോധത്തെ, ധാർമ്മികതയെ കുറിച്ച് സുകുമാർ അഴീക്കോട് എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പാഠഭാഗമാണ് പത്രനീതി എന്ന പാഠഭാഗം അല്ലെ. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതില് പത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമുക്ക് 4 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ആയിട്ട് ചോദിക്കുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ മാറിപ്പോവാനും അല്ലെ, ആശയക്കുഴപ്പം വരാനും ഒക്കെ നമുക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അല്ലെ, എന്തൊക്കെയാണ് പത്രത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ആദ്യം തന്നെ പത്രത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ള ആളാണ് ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് സ്വേച്ഛാധിപതിയായിട്ടുള്ള ഫ്രഞ്ച് യുദ്ധങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ഈ ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയും ഒക്കെ ആയിട്ടുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്താണ് പത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, വാളിനേക്കാൾ അല്ലെ, ബയണറ്റിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. എന്താ അപ്പൊ ബയനട്ട് എന്ന് ആലോചിക്കുന്നുണ്ടോ? ബയനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇങ്ങനെ കൂർത്ത കത്തി പോലെയുള്ള ഭാഗമുള്ള തോക്ക് പോലെ കണ്ടാൽ തോന്നിക്കുന്ന ഒരു ആയുധമാണ്. ഇതുകൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയ്ക്ക്, നല്ല ആഴത്തിൽ മുറിയും, നല്ല മൂർച്ചയുള്ളതാണ്. അപ്പൊ ഈ ബയനട്ടിന്റെ മൂർച്ചയേക്കാൾ അല്ലെ, മുറിവിനേക്കാൾ ഞാൻ ഭയക്കുന്നത് എന്താണ്? പത്രത്തെയാണ്. സ്വേച്ഛാധിപതിയായ ഒരു ഫ്രഞ്ച് ചക്രവർത്തിയാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ അത്രമാത്രം അല്ലെ, എന്താണ് പവർ എന്തിനുണ്ട്? പത്രത്തിനുണ്ട്. കാരണം അതിൽ പറയുന്ന ഓരോ വാക്കുകളും കൊള്ളുന്ന എവിടെയാണ്? അത് വായിക്കുന്ന ജനങ്ങളുടെ മനസ്സിലാണ്. അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് പത്രങ്ങളെ ഞാൻ എന്തിനേക്കാൾ ഭയക്കുന്നു? ഞാൻ ബയനറ്റിനേക്കാൾ ഭയക്കുന്നു എന്ന് നെപ്പോളിയൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ തന്നെ പറഞ്ഞു, പഠിക്കുക കേട്ടോ, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എന്താണ് നെപ്പോളിയൻ പറഞ്ഞത്? എന്താണ്? ഞാൻ ബയനറ്റിനേക്കാൾ ഭയക്കുന്നത് പത്രത്തെയാണ്. നെപ്പോളിയൻ ആരാന്നുള്ളത് ആലോചിച്ച് നോക്കുക. 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? സൂപ്പറായിട്ട് എഴുതിക്കൊള്ളണം കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? അടുത്തൊരു പത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ജെഫേഴ്സൺ അല്ലെ, അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ജെഫേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പത്രമില്ലാത്ത അല്ലെ ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. അതായത് പത്രം എന്താണ്? ഭരണത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. നല്ല പത്രം ഉണ്ടെങ്കിൽ ഭരണം ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ജെഫേഴ്സൺ ഇത് പോസിറ്റീവായിട്ടാണല്ലോ പറഞ്ഞത്, പത്രങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നാണല്ലോ മൂപ്പര് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ, സൂക്ഷിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഒന്നുകൂടെ അല്ലെ, എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത് പത്രങ്ങൾക്കുള്ള ഒരു സ്തുതിയൊന്നും അല്ല. ആക്ച്വലി അദ്ദേഹം എന്താ ചെയ്തത്? പത്രത്തിനുള്ളൊരു താക്കീതാണ്. നിങ്ങൾ നന്നായിക്കൊള്ളണം. കാരണം ഭരണം പോലും നിങ്ങൾക്ക് താഴെയാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഭരണം പോലും വേണ്ട, രാജാവും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും വേണ്ട. നല്ല പത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ക്രമസമാധാനം നിലനിർത്താനോ, ആളുകളെ നേർവഴിക്ക് നടത്താനോ, സത്യങ്ങൾ എത്തിക്കാനോ, ജനാധിപത്യ വ്യവസ്ഥയില് 4ാം അല്ലെ തൂണായിട്ടാണ് എന്തറിയപ്പെടുന്നത്? 4th എസ്റ്റേറ്റ് എന്നാണ് പത്രങ്ങൾ, മാധ്യമങ്ങൾ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? പത്രങ്ങൾക്കുണ്ട് എന്നാണ് ജെഫേഴ്സൺ പറയുന്നത് കേട്ടോ. അപ്പൊ അതൊരു താക്കീതാണ്. ഭരണത്തിന് തുല്യമാണ് പത്രം എന്ന് പറയുന്ന സന്ദേശമാണ് ആര് നൽകുന്നത്? നമ്മുടെ തോമസ് ജെഫേഴ്സൺ നൽകുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഈ വാക്കുകൾ അല്ലെ, അരാജകത്വത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കേണ്ടവയാണ് പത്രങ്ങൾ എന്ന് പറയുന്ന ഒരു സൂചന നൽകുന്നു. ആ ലക്ഷ്യത്തിൽ നിന്നും പത്രങ്ങൾ മാറിക്കഴിഞ്ഞാൽ പത്രങ്ങൾ എന്തായി മാറും? വേസ്റ്റായി മാറും അല്ലെ, വേറെ എന്തിനോ ഉപയോഗിക്കാനുള്ള സാധനമായിട്ട് അല്ലെ, പത്രം അല്ലാതായി തീരുമെന്നൊരു ധ്വനിയുണ്ട് അല്ലെ. അപ്പൊ ഏതവസ്ഥയിലും പത്രങ്ങള് ധർമ്മവും നീതിയും ഒന്നും കൈവിടരുത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ മക്കള്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഹെൻറിക് ഇബ്സൺ എന്ന് പറയുന്ന ഒരു നോർവീജിയൻ നാടകകൃത്താണ്. യഥാർത്ഥ നാടകങ്ങളുടെ തുടക്കക്കാരനായിട്ടൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഹെൻറിക് ഇബ്സൺ. അപ്പൊ ഇബ്സൺ പറഞ്ഞ എന്താണ്? മൃഗങ്ങളുടെ മേലെ നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങളൊക്കെ ആരുടെ മേലെ നടത്തണം? നമ്മൾ പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുമ്പോഴേ അത് നേരിട്ടങ്ങ് മനുഷ്യരിലേക്ക് പ്രയോഗിക്കുകയല്ല ചെയ്യുക. ആ മരുന്നുകൾ അതിനു മുമ്പ് മുയലിന്റെ മുകളിലോ കുരങ്ങിന്റെ മേലെയോ ഒക്കെ പരീക്ഷിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ജീവികൾ അതുകൊണ്ട് അതിന്റെ സൈഡ് എഫക്ട്സ് മൂലം അല്ലെ അത് മരിച്ചുപോകും, ചത്തുപോകും.
അപ്പൊ ഇബ്സൺ പറയാണ്, എന്തിനാണ് ഈ പാവപ്പെട്ട ജീവികളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത്? മൃഗങ്ങളുടെ മേലെ നടത്തുന്ന പരീക്ഷണങ്ങള് ശാസ്ത്രജ്ഞർ എന്ത് ചെയ്യട്ടെ, പത്രക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും മേലെ നടത്തട്ടെ എന്നാണ് പറയുന്നത്. കാരണം മൃഗങ്ങളെക്കാൾ തൊലിക്കട്ടിയുള്ളവരാണ് ആര്? രാഷ്ട്രീയക്കാരും പത്രക്കാരും അല്ലെ. അപ്പൊ അവരാണ് സമൂഹത്തിന് വിനയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് വെറുതെ എന്തിനാണ് ഈ പാവം പിടിച്ച ജീവികളെ കൊന്നു കൊടുക്കുന്നത് അല്ലെ? പരീക്ഷണമൊക്കെ അവരെ മേലെ നടത്തട്ടെ എന്നാണ് ഇബ്സൺ പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് അല്ലെ, പത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. അടുത്തത് നോക്കൂ മക്കള് അല്ലെ, ആരാണ് ഇനി പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഓസ്കാർ വൈൽഡ് ആണ് കേട്ടോ. ഓസ്കാർ വൈൽഡ് ആണ്, സാഹിത്യകാരനാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഐറിഷ് സാഹിത്യകാരനാണ്. ആര്? നമ്മളുടെ അല്ലെ ഓസ്കാർ വൈൽഡ് എന്നറിയപ്പെടുന്ന നമ്മളുടെ സാഹിത്യകാരൻ. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മികച്ചത് എന്താണ്? സാഹിത്യകൃതികളാണ് അല്ലെ. ഒരു മനുഷ്യനെ നന്മയുള്ളവനാക്കി തീർക്കുന്നത്, ഏറ്റവും മികച്ച ഒരാളാക്കി തീർക്കുന്നത് എപ്പോഴും എന്താണ്? പുസ്തകങ്ങളാണ്, സാഹിത്യമാണ്. അപ്പൊ നല്ല സാഹിത്യമൊന്നും പുതിയ കാലത്ത് വായിക്കേണ്ടത് എന്താണ്? സാഹിത്യമാണ്. അതാരും വായിക്കുന്നില്ല അല്ലെ. വായിക്കുന്നത് എന്താണ്? ആർക്കും വായിക്കാൻ കൊള്ളാത്ത പത്രമാണ് അല്ലെ. അപ്പൊ പത്രം നിലനിൽക്കുന്നത് എപ്പോഴും അവയുടെ വഷളത്തരം കൂടുമ്പോഴാണ് എന്ന് കൂടെ ആര് പറയുന്നു? ഓസ്കാർ വൈൽഡ് പറയുന്നു. ചിലപ്പോ 2 മാർക്കിനായിരിക്കാം ചോദിക്കുന്നത്, ഓസ്കാർ വൈൽഡ് എന്താണ് പത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാല് 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. പേരുകൾ ഓർത്തു വെക്കണം. എന്താ പറഞ്ഞത് എന്നുള്ളത് എന്ത് ചെയ്യണം മക്കള്? ഓർത്തു വെക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റാണോ? യെസ്. അടുത്തത് എന്താണ്? അഴീക്കോടാണ് അല്ലെ. സുകുമാർ അഴീക്കോടാണ്. സുകുമാർ അഴീക്കോടാണ് പത്രത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട അല്ലെ, അദ്ദേഹമാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ഒരുപാട് അഭിപ്രായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം പത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പത്രങ്ങൾ എന്താണ്? സ്വയം വിമർശനം നടത്താറില്ല എന്നുള്ളതാണ് അദ്ദേഹം ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് അല്ലെ. ഇപ്പൊ പഴയ കാലത്ത് പത്രങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാല്, അല്ലെങ്കിൽ പത്രങ്ങളിൽ എന്തെങ്കിലും തെറ്റായ വാർത്തയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പത്രാധിപർക്ക് തന്നെ കത്തെഴുതണം അല്ലെ. നിങ്ങൾ എന്ത് വൃത്തികേടുകളാണ് എഴുതി പഠിപ്പിക്കുന്നത്? അല്ലയോ പ്രിയപ്പെട്ട പത്രാധിപരെ എന്ന് പറഞ്ഞിട്ട് പത്രാധിപർക്ക് തന്നെ എന്ത് ചെയ്യണോടാ? കത്തയക്കേണ്ട ഗതികേടാണ്. എന്തൊരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ അല്ലെ ഉള്ളത് കൊണ്ടാണ് പത്രങ്ങൾക്ക് സ്വയം വിമർശനം നടത്താറില്ലല്ലോ. അപ്പൊ അതിനെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നു. പിന്നെ വിമർശനം നടത്തി കഴിഞ്ഞാൽ അവയുടെ നിലനിൽപ്പ് തന്നെ എന്താണ്? അപകടത്തിലാണ്. പിന്നെ ആരെയും പത്രം വായിക്കോ ഈ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പിന്നെ പ്രശ്നങ്ങളെ വിമർശിച്ച് ജനങ്ങൾക്കിടയിൽ സജീവമായിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലെ. പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? ജനങ്ങൾക്കിടയിൽ സജീവമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പത്രക്കാരുടെ ഉദ്ദേശം. ഒരിക്കലും അതിന്റെ അന്തസത്തയിലേക്ക് കടന്ന് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഒന്നും അല്ലെ എത്തിക്കാൻ ആരും ശ്രമിക്കാറില്ല. പത്രങ്ങൾ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല അല്ലെ. ആളുകൾ പത്രങ്ങളെ ഭയപ്പെടുന്നു എന്നാണ് ആര് പറയുന്നത്? സുകുമാർ അഴീക്കോട് പറയുന്നത്. ആളുകൾ എന്ത് ചെയ്യുന്നു? പത്രങ്ങളെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. രാഷ്ട്രീയക്കാര്, സാഹിത്യകാരന്മാര് തുടങ്ങി മേൽത്തട്ടിലുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നു? ഫേസിന് ഭയക്കുന്ന ആളുകളൊക്കെ അല്ലെ എന്ത് ചെയ്യാണ്? പത്രങ്ങളെ ഭയക്കുകയാണ് എന്നാണ് പറയുന്നത്. അതേപോലെ എന്താണ്? ഞാൻ പത്രം വായിക്കുന്ന എന്തുകൊണ്ടാണ്? ധൂമപാനം പോലെ അല്ലെ, സിഗരറ്റ് വലിക്കുന്നത് പോലെ അതൊരു ശീലമായത് കൊണ്ടാണ് എന്ന് കൂടെ ആര് പറയുന്നുണ്ട്? അഴീക്കോട് പറയുന്നുണ്ട്. കാരണം സിഗരറ്റിന്റെ മേലെ ചിത്രം ഉണ്ടായിട്ടും അല്ലെ ഇത് ഹെൽത്തിന് ദോഷമാണ് എന്ന് നമ്മൾ കണ്ടിട്ടും ആരും സിഗരറ്റ് വലിക്കാതിരിക്കുന്നില്ല. ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ടാ വലിക്കണേ. എന്തുകൊണ്ടാ? അത് ശീലമായത് കൊണ്ടാണ്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? അഴീക്കോടിന് അറിയാം. പല പത്രങ്ങൾ വായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഗുണിക്കലും ഹരിക്കലും അഭ്യൂഹം ഒക്കെ നടത്തിയിട്ട് അയാൾ സത്യം കണ്ടുപിടിക്കണേ. പല പത്രങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ, വായിക്കുന്നുണ്ട്. അപ്പൊ പത്രം ഇത്രയും ബുദ്ധിമുട്ടിട്ട് പത്രങ്ങൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും നെഗറ്റിവിറ്റി ആണെന്ന് അറിഞ്ഞിട്ടോ? അത് ധൂമപാനം പോലെ, സിഗരറ്റ് വലിക്കുന്ന പോലെ അതൊരു ശീലമായത് കൊണ്ടാണ് എന്നുകൂടെ സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട് പത്രത്തെ കുറിച്ച്. അപ്പൊ പ്രധാനപ്പെട്ട നമ്മളുടെ ചാപ്റ്ററിൽ ആരൊക്കെ എന്തൊക്കെ പത്രത്തിനെ കുറിച്ച് പറഞ്ഞു എന്നിരിക്കുന്നതാണ് ടീച്ചർ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഏതാണെന്ന് ചോദിക്കാൻ നമുക്കറിയില്ല. എന്തായാലും എന്ത് ചെയ്യും? ഇതിൽ നിന്നുള്ളതേ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് പേര് സഹിതം എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഭരണത്തിനേക്കാൾ ഭയക്കുന്നത് പത്രത്തെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ്. മൃഗങ്ങളുടെ മേലെ നടത്തേണ്ട പരീക്ഷണം ആരുടെ മേലെ നടത്തണം? പത്രക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും മേലെ നടത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? ഹെൻറിക് ഇബ്സൺ ആണ്. ജെഫേഴ്സൺ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞത് ജെഫേഴ്സൺ? പത്രങ്ങളില്ല, ഭരണമില്ലാതെ പത്രങ്ങളിലുള്ള അവസ്ഥയാണ് നല്ലത് അല്ലെ. പത്രങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. ഓസ്കാർ വൈൽഡ് പറയുന്നു പത്രങ്ങൾ വഷളത്തരം കൂടുമ്പോഴാണ് വിറ്റുപോകുന്നതെന്ന് പറയുന്നു. ധൂമപാനം പോലൊരു ശീലമായതുകൊണ്ടാണ് പത്രം വായിക്കുന്നത് എന്നുള്ളത് അഴീക്കോട് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് അല്ലെ പത്രനീതിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഫുൾ മാർക്ക് വാങ്ങാൻ മക്കൾക്ക് സാധിക്കണം. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചർമാർ എന്ത് ചെയ്യും? ഞാനുണ്ടാവും, നമ്മളുടെ പ്രീതി മിസ് ഉണ്ടാവും. മാരത്തോണുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉഷാറായിട്ട് അല്ലെ നമുക്ക് ഓടി പഠിക്കാം. ഓക്കെ, എല്ലാവരും അടിപൊളിയായിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.